നമസ്കാരം. അപ്പൊ ഇന്ന് യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഒത്തിരി അധികം ചാരിതാർത്ഥ്യമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ഞാൻ വരുന്നത് ഇവിടെയാണ്. കാര്യം വെച്ചാൽ ആ സന്തോഷം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ജേർണിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കടലാസുകളുടെയൊക്കെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോവിഡ് പാൻഡമിക് തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചിത്രശലഭത്തെ പോലെ ഇങ്ങനെ പറന്ന് പറന്ന് നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ഈ വീട്ടില് ഇങ്ങനെ തളച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഉറങ്ങാൻ വേണ്ടി മാത്രം വന്ന് കയറിയിരുന്ന സ്ഥലമാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഫുൾ 100% വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ ബിസിനസ്സാണ് 19 വയസ്സ് തൊട്ട് ചെയ്യണത്. പലപ്പോഴും എന്നെ സംബന്ധിച്ച് വീട്ടിലിരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പലപ്പോഴും ഒരു ബിസിനസ്സുകാരി അല്ലെങ്കിൽ ബിസിനസ്സുകാരന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുന്ന വിമാനത്തിൽ നിന്ന് ചാടുമ്പോൾ പാരച്യൂട്ട് നിർമ്മിക്കാം എന്ന വിശ്വാസത്തിൽ ചാടുന്ന ആൾക്കാരാണ് ബിസിനസ്സുകാർ. കയ്യിലൊന്നുമില്ല, ഒരാശയം മാത്രമേ ഉള്ളൂ. ആ ആശയവുമായിട്ട് നമ്മൾ നമ്മളുടെ ആ ഒരു ആഗ്രഹത്തെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് നമ്മളെ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ 19 വയസ്സിൽ ഞാൻ എൻ്റെ ബിസിനസ്സിൽ വന്നു. ഒരു വളരെ മാസീവായിട്ടുള്ള ഒരു ഗ്രോത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. പല സെഗ്മെന്റിലും ഞാൻ ഓൾമോസ്റ്റ് തുടങ്ങിയത് PC ട്രെയിനിങ് സെന്റർ ആയിട്ടാണ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സെനിക്കോൺ PC എന്ന് പറയുന്ന ലെവലിൽ, കേരളത്തിലെ ഒരു ബ്രാൻഡഡ് PC എന്നുള്ള ലെവലിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ 50 ഡീലേഴ്സ് ആ കാലഘട്ടത്തിൽ എൻ്റെ PC ഡീലേഴ്സ് ഉണ്ടായിരുന്നു. ഒരു നമ്പർ 1 PC ആയിട്ട്, കേരളത്തിലെ ഓൺ PC ആയിട്ട് എനിക്കത് വിൽക്കാൻ പറ്റി. ഇരിങ്ങാലക്കുട അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ഏത് ടൗണിൽ വന്നാലും സെനിക്കോണിന്റെ ഒരു ഡീലർ ഉണ്ടായിരുന്നു, സെനിക്കോണിന്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അന്നത്തെ ഹിന്ദുവിന്റെയും മനോരമയുടെ ഒക്കെ ആഡുകൾ ശരിക്കും പറഞ്ഞാൽ സെനിക്കോൺ PC വെച്ചിട്ട് ഉണ്ടാവുമായിരുന്നു. ആ കാലത്ത് ഏറ്റവും നല്ല ഒരു ബ്രാൻഡായിരുന്നു. ലാപ്ടോപ്പുകൾ വരെ സെനിക്കോൺ PCയിൽ ഞങ്ങൾ ഇറക്കിയിരുന്നു. പക്ഷെ നമ്മളുടെ ഓൾമോസ്റ്റ് ഇവിടുത്തെ പോളിസീസുകൾ മാറുകയും ഇവിടെ തന്നെ PCകൾ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നത് ലാഭകരമല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ, അത് ഇമ്പോർട്ടിന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോയപ്പോൾ നഷ്ടം സഹിക്കാതെ വന്ന് നിർത്തിയതാണ്. അതാണ് ആ ഒരു ബിസിനസിന്റെ കഥ. എഗെയിൻ സെയിം സമയം തന്നെ കേരളത്തില് ഞങ്ങൾ ഓൾമോസ്റ്റ് PC വിൽക്കണ സമയത്ത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PC അസംബിൾ ചെയ്യണ ഒരാൾക്ക് ബോംബെയിലോ ചെന്നൈയിലോ റിച്ചി സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാലാണ് അസംബിൾ ചെയ്യണ സാധനം മേടിക്കാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ ബോംബെ പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ ചെന്നൈയിൽ പോകണം. ഇവിടെ അസംബ്ലേഴ്സിന് ഒന്നും കിട്ടൂല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഓൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ PCകൾ വാങ്ങുന്നുണ്ട്. ഓരോ സ്പെയേഴ്സും നമ്മൾ ഓൾമോസ്റ്റ് സോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഓർമ്മി ഈ കേരളത്തിലെ ഡീലേഴ്സിനെ സപ്പോർട്ട് ചെയ്താലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് നോവ്യോൺ സിസ്റ്റംസ് എന്നുള്ള കമ്പനി 97 തുടങ്ങുകയും ആ കമ്പനി ശരിക്കും പറഞ്ഞാൽ പ്യുവർലി ഓൺ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്, സബ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മാറ്റിവെച്ചു. ഏതാണ്ട് 20+ ഇയേഴ്സ് കേരളത്തിലെ ഒരു നമ്പർ 1 സബ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് ഒരു സമയത്ത് എൻ്റെ കമ്പനി ഇന്ത്യയിൽ തന്നെ 6th റാങ്കിങ്ങിലൊക്കെ വന്നിരുന്നു. അപ്പം അത്രയും മാസീവായിട്ടുള്ള സക്സസ് കൊണ്ടുവരാൻ പറ്റിയൊരു കമ്പനിയായിരുന്നു. പക്ഷെ അവ 2014-16 ആയപ്പോൾ ഞാൻ തന്നെ വിശ്വസിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയും ആ പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഞാൻ ഹ്യൂജ് മണി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ ഒരു കമ്പനിയായിട്ടുള്ള ഇടപാടിൽ എനിക്ക് വന്ന നഷ്ടങ്ങൾ കാരണം എൻ്റെ ബിസിനസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിക്കളയേണ്ട സാഹചര്യം വന്നു. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒത്തിരിയധികം ആഗ്രഹത്തോടെ ഞാൻ ചെയ്ത പല കാര്യങ്ങളും കൂടെ നിന്ന് ആളുകളുടെ ചതി കാരണം, വഞ്ചന കാരണം നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ബിസിനസ്സുകാരനും അവന്റെ ജീവിതമാണ് അതിനേക്കാൾ പ്രധാനം. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് നടത്തുന്നത്. ബിസിനസ് ചെയ്ത് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുക, നന്മ ചെയ്യുക, അത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബിസിനസ്സുകാരും ഒരു മെഴുകുതിരിയായിട്ട് ഉരുകുമ്പോൾ അവരുടെ ഒരു വേദന ഒരാളും അറിയാറില്ല. അവർ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കുടുംബങ്ങളെ പരിപാലിക്കുമ്പോൾ ആ എംപ്ലോയീസ് പോലും ഒരു മര്യാദയും കാണിക്കാറില്ല. മെജോറിറ്റി ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ ആ ഒരു ഓർഗനൈസേഷനോട് ചെയ്യുന്ന ചതി കാരണം പല നല്ല സ്ഥാപനങ്ങൾക്കും പൂട്ടിപ്പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയൊക്കെ വരുമ്പോൾ ഓരോ ബിസിനസ്സുകാരനും തകർന്നിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ഒരു വിഷമമുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവരുടെ ആ കത്തുന്ന ആഗ്രഹത്തെ
വിട്ട് കളഞ്ഞിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു നീറ്റലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം എങ്ങും ആവാതെ ഇട്ട് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ ചതി കൊണ്ട് വലിച്ചെറിയേണ്ട ഒരു വിഷമമുണ്ട്. ആ വിഷമത്തെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഏതാണ്ട് എഴുതിയത് ഇത്രയുമാണ്. ഓൾമോസ്റ്റ് 2 വർഷക്കാലം ഞാൻ നന്നായിട്ട് എഴുതി. കാര്യം എന്തിനാണെന്നറിയാവോ? പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒപ്പം ഒത്തിരി അധികം ചതിയിലും വഞ്ചനയിലും ഒക്കെ പെട്ട് പരാജയപ്പെട്ടു വരുന്ന ഒത്തിരി ആൾക്കാരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനും തുടങ്ങി. 99 റുപ്പീസിലും 199 റുപ്പീസിലും ഒക്കെ ഈ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ആഡ് ഇട്ടിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് ആൾക്കാർ ചോദിച്ചു, തള്ളേ, നിങ്ങൾക്ക് ശരിക്കും തൊഴിലുറപ്പിന് പോയിക്കൂടെ? നിങ്ങൾ എന്തിനാണ് ഈ ഒരു ആൾക്കാരുടെ കാശ് മേടിച്ചിട്ട് ജീവിക്കണേന്ന്? അപ്പൊ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാല് ആളുകളോട് അത്രയും പുച്ഛം വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാവോ? ഞാൻ എന്റെ 19 വയസ്സിൽ അന്ന് മുതൽ ഇന്ന് 51 വയസ്സ് വരെ നിൽക്കുമ്പോൾ എന്റെ സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച ഒരു പെണ്ണാണ് ഞാൻ. ഒരാളുടെ അടുത്ത് പോയി കൈ നീട്ടിയിട്ടില്ല ഒരു കാര്യത്തിനും. നല്ല അന്തസ്സായിട്ട് ജീവിച്ച ഒരാളാണ്. ആ കരുത്താണ് സത്യം പറഞ്ഞാൽ ഇന്നും ഒത്തിരി അധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഊർജ്ജമാവണത്. അപ്പൊ ഓരോ മനുഷ്യരും വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡംപ് ചെയ്യണ ഓരോ വാക്കുകളുണ്ട്, ആ ഇമോഷൻ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കണം, ഓരോ മനുഷ്യരും മനുഷ്യരാണ്. അവരെ കല്ലെറിയാനായിട്ടുള്ള ഒരു അവകാശവും ഒരാൾക്കും ഇല്ല. അത് ആദ്യം മനസ്സിലാക്കിയിട്ട് ജീവിക്കാനായിട്ട് ആ വീട്ടിലുള്ളവരാണെങ്കിലും സമൂഹത്തിലുള്ളവരാണെങ്കിലും പഠിക്കണം. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഗുണകരമായിട്ട് ചെയ്തിട്ട് സ്വന്തം ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കിയിട്ട് സ്വന്തം കുടുംബത്തിന് ഗുണം ഉണ്ടാക്കിയിട്ട് കല്ലെറിയുവാണെങ്കിൽ ഞാൻ അവരെ സല്യൂട്ട് അടിക്കാം. ഞാൻ ഇന്ന് ഈ ഒരു 32 വർഷം ഇവിടെ ജോലി ചെയ്തപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒത്തിരി അധികം ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി അധികം ആളുകളുടെ ജീവിതത്തെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് തോറ്റു വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ടുണ്ട്. ആ വിഷമം ഉണ്ടല്ലോ, ആ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ എഴുതിയത്. എന്നിട്ടും ഞാൻ ഓൾമോസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒത്തിരി അധികം കാര്യങ്ങൾ പഠിച്ചു, ഒത്തിരി അധികം ടെക്നിക്കുകൾ യൂസ് ചെയ്തു. എൻ്റെ വിഷൻ ബോക്സ് ഞാൻ ഉണ്ടാക്കി. ഓരോ കാര്യങ്ങളും ഞാൻ വിചാരിച്ചു, എൻ്റെ ഓരോ ചിന്തകളെയും ഞാൻ വിൽക്കാൻ എഴുതാമെന്ന് വിചാരിച്ചു. സത്യസന്ധമായിട്ട് പറയാലോ, ഇന്ന് അതിന്റെ ഒരു സന്തോഷമുള്ള ദിവസം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രേഞ്ചേഴ്സ് എന്ന് കാണിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് മുഴുവൻ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാ. എന്റെ ഒരു സേവനം എടുത്ത ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഒത്തിരി അധികം സ്ട്രേഞ്ചേഴ്സ് തന്ന വിശ്വാസത്തിലാണ് ഈ ജീവിതം കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് തന്നെ ശുഭചിന്ത നൽകിയ വിസ്മയം എന്ന് പറഞ്ഞത് എന്റെ ജീവിതം തന്നെയാണ്. ഒത്തിരി അധികം ആൾക്കാരെ സഹായിക്കണമെന്നും അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാവണമെന്നും ആഗ്രഹിച്ച് ചെയ്തൊരു ജീവിതമാണ്. ആ ജീവിതത്തിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഞാനൊരു സാൻഡ്വിച്ച് ജനറേഷന്റെ പാർട്ടാണ് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ഇന്റൻഷനിലാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത്. എന്നിട്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ, എൻ്റെ ജീവിതത്തെ ഏറ്റവും ബെറ്റർ ആക്കാൻ ഈ 30 വർഷത്തെ ജേർണി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി അധികം പരാജയപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ഏതാണ്ട് 2 വർഷത്തിൽ 5000-ത്തിലധികം ആൾക്കാർ എൻ്റെ അടുത്തൊന്ന് പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിൽ നല്ല രീതിയിൽ പോയ ഒരു 100 സക്സസ് സ്റ്റോറീസ് എങ്കിലും ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നറിയാവോ, ഈ പരാജയത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ നീറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പോകൂലേ. ചതിച്ചിട്ട് പോണ ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്, ആ ചതിയില് അവൻ വിജയിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക, നമ്മൾ വിതയ്ക്കണത് നമ്മൾ കൊയ്യും. ഏതൊരാളാണെങ്കിലും ഒരു അഹങ്കാരവും വിചാരിക്കേണ്ട. നമ്മൾ എന്താണോ കൊടുക്കണത് അത് തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ മേടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ഒരു ശുഭചിന്ത നൽകിയ വിസ്മയം എന്ന ആ ഒരു പാവം 23 വയസ്സുള്ള ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങള്, ആ സ്വപ്നങ്ങളില് അവൾക്ക് അവളുടെ ജീവിതം തന്നെ ഹോമിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ കഥയായിട്ട് എഴുതുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് എൻ്റെ ഈ ബുക്ക്. നിങ്ങൾ എല്ലാവരും വായിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ പെട്ട് നിങ്ങൾ പെട്ടുപോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പൊ എന്തായാലും ഒത്തിരി അധികം ആളുകൾ എൻ്റെ ബുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും സൈൻ ചെയ്തിട്ട് അയക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഒരു ബുക്ക് ഇത്രയധികം സ്നേഹത്തോടെ നിങ്ങൾ കൈനീട്ടം മേടിക്കുമെന്ന്. കാരണം എൻ്റെ ജീവിതം തന്നെ ഒരു വിസ്മയമായ ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ശുഭചിന്ത നൽകിയ വിസ്മയം എന്നുള്ളത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുവാണ്. നിങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് എൻ്റെ ഇൻസ്റ്റയുടെ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം, എൻ്റെ വെബ്സൈറ്റിൽ പോയി വാങ്ങാം. എന്തായാലും നിങ്ങൾ വായിക്കണം, വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് പറയണം. കാരണം ഒത്തിരി അധികം സ്വപ്നങ്ങളുള്ള ഒരു പാവം പെണ്ണിന്റെ കഥയാണ്. അപ്പൊ എന്തായാലും എനിക്ക്
ഈ ബുക്ക് നാളെയാണ് ലോഞ്ച് ചെയ്യാൻ പോണത്. അതിനു മുമ്പ് തന്നെ ഇത്രയധികം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തതിന്, ഇത്രയധികം പ്രീ ബുക്ക് ചെയ്തതിന് നിങ്ങളോട് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.